നാടിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഹേന്ദ്ര ജീപ്പുകൾക്ക് ഉടമസ്ഥരുണ്ടായിരുന്ന നാടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുൽപ്പള്ളിയാണ്. അതിന്റെ പിന്മുറക്കാരായപ്പോൾ ഞങ്ങൾക്ക് ജീപ്പിനോടുള്ള ആ കമ്പം വിടാൻ പറ്റും. ഓഫ് റോഡ് പറഞ്ഞാൽ നമുക്ക് ജീപ്പുള്ള കാലം തൊട്ട് ഉള്ള തന്നെയാണ്. അതിപ്പോൾ എപ്പോഴും ഇനി നമ്മളുണ്ടാവും. ഇനിയിപ്പോൾ എവിടെ ദൂരം നമ്മുടെ ചക്കന്മാരും നമ്മളെല്ലാവരും ഉണ്ടാവും വണ്ടി എടുത്ത്. നമ്മൾ രാത്രി 1:30 മുതൽ തുടങ്ങിയതാണ്. അന്ന് രാവിലെ പൊലച്ച ഒരു 8 മണി വരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ജീപ്പിൽ പോയിട്ട് ആൾക്കാർ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. 200 ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. On rugged terrain, jeeps are the best option. This was evident in Wayanad as well, where nature unleashed its fury in the form of landslides early July 30. Jeeps roared into action in the aftermath of the landslide, helping evacuate those stranded. Young drivers navigated the debris field in Churalmala and Mundakai, risking their lives and vehicles. Nobody hesitated, nobody cared for costs. Humanity needed saving after all. ഇവിടെ വീട്ടിലെ ആൾക്കാർ കുടുങ്ങിയപ്പോഴും എല്ലാം ചെയ്തത് ഇവിടെയുള്ള നാട്ടുകാർ സ്വന്തം വണ്ടി എടുത്തിട്ടും ഓരോരുത്തർ നമുക്ക് വണ്ടി തന്നിട്ടുമാണ്. ഫുഡ് കൊടുക്കാനും എല്ലാത്തിനും അവരെ ആർമിക്കാരെ കൊണ്ടാക്കുന്നതാണെങ്കിലും റെസ്ക്യൂവിന് വന്ന ആൾക്കാരെ നമ്മളെ കൊണ്ടാക്കുന്നത്. അവർക്ക് ഫുഡ് വെള്ളത്തിൽ കൂടെ വേണമെങ്കിൽ എവിടെയാണെങ്കിലും നമ്മളാണ് പോകുന്നത്. ഇവിടെ പോലീസുകാർക്ക് ഓരോന്നിനും ഒച്ചപ്പാടുണ്ടാക്കിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. In many ways, the jeep became a symbol of human kindness.